അങ്ങനെ ഈ വർഷത്തെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് ആട് 3. 9 വർഷങ്ങൾക്ക് ശേഷം ഷാജി പാപ്പനും കൂട്ടരും തിരിച്ചെത്തിയപ്പോൾ ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ആദ്യ ഭാഗം പരാജയപ്പെട്ടിട്ടും പിന്നീട് വന്ന 2 ഭാഗങ്ങളും ബ്ലോക്ക് ബസ്റ്ററാക്കിയ അപൂർവ നേട്ടവും ആട് ഫ്രാഞ്ചൈസിയുടെ പേരിലായി കഴിഞ്ഞു. ഇപ്പോഴിതാ ആട് 3യുടെ ആദ്യ ദിന കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. 18.3 കോടിയാണ് ചിത്രം വേൾഡ് വൈഡായി നേടിയത്. ഈ വർഷം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മലയാള ചിത്രമായി ആട് 3 മാറിക്കഴിഞ്ഞു. ഈ വർഷത്തെ മാത്രമല്ല, മലയാളത്തിലെ ടോപ്പ് 5 ഓപ്പണിംഗ് ഡേ കളക്ഷനും ആട് 3 ഇടം പിടിച്ചു. കേരളത്തിൽ നിന്ന് 5.3 കോടി രൂപ ചിത്രം നേടിയത്. മലയാളത്തിലെ ബിഗ് എംഎസായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും 2 ബ്ലോക്ക് ബസ്റ്ററുകളും മറയാർന്നാണ് ഷാജി പാപ്പൻ ആദ്യ 5-ൽ ഇടം പിടിച്ചത്. മമ്മൂട്ടിയുടെ ടർബോയും 16.2 കോടി നേടിയപ്പോൾ മോഹൻലാലിന്റെ തുടരും 17.3 കോടി എന്നിവയാണ് ആട് 3 മറികടന്നത്. ആട് 3 എന്ന ഫ്രാഞ്ചൈസിക്ക് മോളിവുഡിലെ ഫാൻ ബേസാണ് ഈ ഫസ്റ്റ് ഡേ കളക്ഷൻ വെളിവാക്കുന്നത്. മോഹൻലാൽ നായകനായി എമ്പുരാനാണ് ഒന്നാം സ്ഥാനത്ത്. 68 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ നേടിയത്. മോഹൻലാലിന്റെ മരയ്ക്കാറ് 20.3 കോടിയും രണ്ടാം സ്ഥാനത്ത് ദുൽഖറിന്റെ കുറവ് 19 കോടിയും മോഹൻലാലിന്റെ തന്നെ ഒടിയൻ 18.2 കോടി എന്നിവയാണ് മറ്റ് ചിത്രങ്ങൾ. ടോപ്പ് 5-ലെ 3 സിനിമകളും മോഹൻലാലിന്റെ പേരിലാണെന്നും ശ്രദ്ധേയമാണ്. ഈദവധി മുതലെടുത്ത് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് ആട് 3 ലക്ഷ്യം വെക്കുന്നത്. എല്ലാം ഒത്തുവരികയാണെങ്കിൽ ഈ വർഷത്തെ ആദ്യ 100 കോടി ആട് 3യിലൂടെ ലഭിക്കുമെന്ന് ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ആട് 3 നേടുന്ന റെക്കോർഡുകളെല്ലാം തകർക്കാൻ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന് സാധിക്കുമെന്ന് പലരും കണക്കുകൂട്ടുന്നുണ്ട്. ഷാജി പാപ്പന്റെ മൂന്നാം വരവ് പ്രേക്ഷകർ ആഘോഷിക്കുകയാണ്. ആദ്യ ഭാഗങ്ങൾ എന്ന പോലെ തന്നെ മൂന്നാം ഭാഗത്തിനും കോമഡിക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ കോമഡിക്കൊപ്പം ജോണർ ഷിഫ്റ്റും സംവിധായകൻ പരീക്ഷിച്ചിട്ടുണ്ട്. നാലാം ഭാഗത്തിന് സൂചന നൽകിക്കൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. തിയേറ്ററുകൾ ഇളക്കി മറിച്ചുകൊണ്ട് ആട് 3 ഇനിയും മുന്നേറുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ.